ചിത്രകലാ വിദ്യാർത്ഥികൾക്ക് രേഖാചിത്ര പുസ്തകം സൗജന്യമായി നൽകി. ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ. കണ്ടോത്ത് എല്ലോറ ചിത്രകലാക്ഷേത്രം ചിത്രകലാ വിദ്യാർത്ഥികൾക്ക് രേഖാചിത്ര പുസ്തകം സൗജന്യമായി നൽകി. അമൃത TV ഫെയിം സിംഗർ കുമാരി സാന്നിധ്യ സന്തോഷിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിക്ക് വെള്ളോറ ദാമോദരൻ മാസ്റ്റർ സ്വാഗതവും കെ വിജയകുമാർ അധ്യക്ഷതയും വഹിച്ചു. പയ്യന്നൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M പ്രദീപൻ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചിത്രകലാ മേഖലയെ സംബന്ധിച്ച് ചിലപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നതിൽ ഏറ്റവും കുറച്ച് മാത്രം കാര്യങ്ങൾ പറയാൻ പറ്റുന്നതാണ് ഞാൻ. ബാക്കി എല്ലാവരും ഇതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും ഇതിനോട് അത്രമേൽ താല്പര്യപൂർവ്വം ഇതിനെ സമീപിക്കുന്ന ആളുകളും എല്ലാമാണ്. കുട്ടികളുടെ കാര്യം പറയുമ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ കുട്ടികൾക്കെല്ലാം വിദ്യാലയങ്ങളിൽ പ്രവേശിക്കാനും പഠന വിഷയങ്ങളിൽ അവർക്ക് ഇടപെടാനും പാഠ്യേതര വിഷയങ്ങളിലെ എല്ലാ കാര്യങ്ങൾക്കുമെല്ലാം എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരിടമായി നമ്മൾ ഉയർന്നു നിൽക്കുമ്പോഴും ബാലകൃഷ്ണൻ പുത്തൂർ കലയും വിദ്യാഭ്യാസവും എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. രാജേഷ് കാളീശ്വരം, ദീഷ്ണ VM എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സുകേഷ് മുത്തത്തിയൻ, ഡോക്ടർ അനിൽകുമാർ എന്നിവർ കരോക്കെ ഗാനാലാപനം നടത്തി. പ്രസാദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ശ്വാസം വലിച്ചുവിട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ